അവയവക്കടത്ത് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നലെ പിടിയിലായ മുഖ്യ സൂത്രധാരൻ രാമപ്രസാദ് ഗാന്റെ അവയവക്കടത്ത് സംഘത്തിന്റെ തലവന്മാരിൽ ഒരാൾ. ഗ്രാമങ്ങളിൽ നിന്ന് കണ്ടെത്തുന്ന ദാതാക്കൾക്ക് 3 മുതൽ 6 ലക്ഷം രൂപ വരെയാണ് നൽകുകയും സ്വീകർത്താക്കളിൽ നിന്ന് 1 കോടി രൂപ വരെ വാങ്ങിച്ചതായും കണ്ടെത്തി. ഇറാനിൽ അവയവക്കടത്തിന് ഇരയാകുന്നവരെ സ്വീകരിച്ചിരുന്നത് ആദ്യം പിടിയിലായ സാബിത്താണ്. ജമ്മു കാശ്മീർ, ഹൈദരാബാദ്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് അവയവങ്ങൾക്ക് ആവശ്യക്കാരുള്ളത്. അവയവദാതാക്കൾക്ക് മതിയായ ചികിത്സ നൽകിയിരുന്നില്ല എന്ന് കണ്ടെത്തി. 2 മാസം മുൻപ് അവയവം നൽകിയ പാലക്കാട് സ്വദേശി ഷമീറിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണ്. സംഘത്തിലെ 4ാമൻ കൊച്ചി സ്വദേശി മധുവാണ് ഇറാനിലെ തലവൻ. മധു അവസാനമായി ഇന്ത്യയിലെത്തിയത് കഴിഞ്ഞ വർഷമാണ്. അവയവക്കടത്തിൽ പണം എത്തിയത് മധുവിന്റെ കമ്പനി അക്കൗണ്ടിലേക്കായിരുന്നു. ഈ അക്കൗണ്ട് മരവിപ്പിക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. മധുവിനെ നാട്ടിലെത്തിക്കുവാനുള്ള നീക്കവും ആരംഭിച്ചു. മധുവിനായി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കുകയും ചെയ്തു. അവയവക്കടത്ത് നടത്തിയവരിൽ ഭൂരിഭാഗവും ബംഗളൂരു, ഹൈദരാബാദ് നഗരങ്ങളിലെ യുവാക്കളാണെന്നാണ് സാബിത് നാസർ പോലീസിനോട് സമ്മതിച്ചിരുന്നത്. സാബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രധാന പ്രതിയെ പിടികൂടിയത്. അവയവക്കടത്തിലെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തത് കേസിൽ 2ാമത് അറസ്റ്റിലായ സജിത്ത് ആയിരുന്നു. കേസിൽ 4 പ്രതികളുണ്ടെന്നാണ് പോലീസ് കണക്കാക്കുന്നത്.